ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് വിരിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു 4 എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ജിമ്മിലൊന്നും പോകേണ്ട ഇതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്യുപ്മെൻസുകളും ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ 4 വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്താൽ മതി. ഒറ്റ മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ ചെസ്റ്റിന് അത്യാവശ്യം ഒരു ഷേപ്പൊക്കെ ആക്കി മാറ്റാനും ചെസ്റ്റ് വിരിവൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ പല ആൾക്കാരും അല്ലെങ്കിൽ പല ചെറുപ്പക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നെഞ്ച് കൂട് കെട്ടി ഇരിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ നെഞ്ച് കൂട് കെട്ടി ഇരിക്കുക എന്ന് വെച്ചാൽ ഒട്ടും ഷേപ്പ് ഇല്ലാതെ ഒരു വൃത്തികെട്ട അവസ്ഥയിൽ ഇരിക്കുക, ഒരു അഭംഗി അതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള വ്യായാമങ്ങൾ തന്നെയാണ്, പക്ഷെ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. തോന്നുന്ന കണക്കിൽ നിന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാലൊന്നും നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെന്നില്ല. അപ്പം ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ അതേ കണക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സസൈസ് ആണ്. പക്ഷെ പല ആൾക്കാരും ഈ പുഷപ്സ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. അതാണ് അവർക്ക് വേണ്ടത്ര അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടാതെ പോകുന്നത്. അപ്പം നിങ്ങൾ പുഷപ്സ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഷോൾഡർ വിത്ത്, ഓക്കെ, നമ്മുടെ ഈ ഷോൾഡർ വിത്തിൽ നമ്മൾ കൈകൾ വെക്കുക ഇതേപോലെ. ഓക്കെ, ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഇതേ കണക്ക് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുക. നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വളരെ സാവധാനത്തിൽ താഴ്ത്തു പോവുക. ഓക്കെ, ഇതേപോലെ കണ്ടില്ലേ, നിങ്ങളുടെ ചെസ്റ്റ് താഴെ മുട്ടണം. അപ്പ്, വീണ്ടും വളരെ സാവധാനത്തിൽ താഴ്ത്തു പോവുക. അപ്പ്, മാക്സിമം ചെസ്റ്റിലോട്ട്, ചെസ്റ്റ് മസിലിലോട്ട് ആ ഒരു ടെൻഷൻ കൊടുത്തു വേണം നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതേപോലെ സാവധാനം താഴ്ത്തു പോവുക. ഫുള്ളായിട്ട് മുകളിലോട്ട് ഉയരണം. ഓക്കെ, ഇത് പല ആൾക്കാരും വളരെ തെറ്റിച്ച് ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുന്ന കാണാം. അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായി ഫോം കറക്റ്റ് അല്ലാതെ ചെയ്യുന്ന കാണാം. അങ്ങനെ ഒന്നും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. അപ്പം ഇതേ കണക്ക് തന്നെ ചെയ്യുക. ഓക്കെ, ഷോൾഡർ വിത്തിൽ കൈകൾ വെക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക, സാവധാനം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴ്ത്തു പോവുക. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 8 റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്താൽ മതിയാവും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 റെപ്പിറ്റേഷൻ വരെ ചെയ്യാം. 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നല്ല എക്സസൈസ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, വളരെ സ്ലോവിൽ നിങ്ങളുടെ ഈ ഒരു ചെസ്റ്റ് മസിലിലോട്ട് മാക്സിമം ടെൻഷൻ കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുക. അടിപൊളിയാണ്. രണ്ടാമത്തെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു പുഷപ്സ് ആണ്. ഓക്കെ, ഹിന്ദു പുഷപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ ഫുൾ മസിൽസും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, നിങ്ങളുടെ അപ്പർ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ്, മിഡിൽ ചെസ്റ്റ് എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഹിന്ദു പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദു പുഷപ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ കൈ വെക്കുക. ഓക്കെ, ഷോൾഡർ വിത്തിൽ നിങ്ങളുടെ കൈകൾ വെക്കാം. ഈ ഒരു പൊസിഷനിലോട്ട് വരിക, പുഷപ്പിന്റെ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ നിങ്ങൾ ഇതേപോലെ ബാക്കിലോട്ട് വരിക. കണ്ടില്ലേ, ഇതേപോലെ ബാക്കിലോട്ട് വരിക. അതിനുശേഷം ഇതേപോലെ 1, കണ്ടോ, ഇതേ വീണ്ടും പഴയ പൊസിഷൻ 2, 3, 4. സൂപ്പർ എക്സസൈസ് ആണ്. ചെസ്റ്റിന് മാത്രമല്ല, നിങ്ങളുടെ ബാക്ക് മസിൽസിന്, അതേപോലെ നിങ്ങളുടെ ട്രൈസെപ്സിന്റെ മസിൽസിനൊക്കെ നല്ല രീതിയിൽ ഫലം തരുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്നത് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 റെപ്പിറ്റേഷൻ വെച്ച് ഒരു 3 സെറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ചെസ്റ്റ് നല്ല ടകാന്ന് പറഞ്ഞാവും. ഓക്കെ, സൂപ്പർ എക്സസൈസ് ആണ്, ട്രൈ ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സസൈസ് പറഞ്ഞു തരട്ടെ.
അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒറ്റ മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാണ്ട് നമുക്ക് ബെഡിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ബലമുള്ള ഒരു ടീപ്പോയിലോ എവിടെങ്കിലും കൈവച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ പിരമിഡ് ആകൃതി, ഓക്കെ, ഇതേ കണക്ക് പിരമിഡ് പുഷപ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇതേപോലെ ആയിരിക്കണം നിങ്ങളുടെ കൈകൾ ഇരിക്കേണ്ടത്. ഇതേ കണക്ക് കണ്ടില്ലേ, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇതാണ്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് നല്ല രീതിയിൽ അപ്പ് ചെയ്യണം. ഓക്കെ, നല്ല നെഞ്ചൊക്കെ വിരിച്ച് അപ്പ് ചെയ്യുക. കോർ മസിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ സാവധാനത ഫുള്ളായിട്ട് മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, പകുതിക്ക് വെച്ച് നിർത്തി കളയരുത്, ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്യുക മുകളിലോട്ട്. ഇതേപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് മസിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽസും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന 4 എക്സസൈസുകളും വീട്ടിലൊക്കെ വ്യായാമം ചെയ്യുന്നവർക്ക് വളരെയേറെ ഗുണകരമാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ജിമ്മിൽ പോയാൽ മാത്രമല്ല, നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും നമുക്ക് അത്യാവശ്യം ഒരു നല്ല ബോഡിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ബ്രീത്തിങ് കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ബ്രീത്തിങ് കൂടെ ശ്രദ്ധിക്കുക. തോന്നുന്ന കണക്ക് എക്സസൈസ് ചെയ്യാതിരിക്കുക, കൃത്യമായ ഫോമിൽ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 8 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 15 വരെ നിങ്ങൾക്ക് പോവാം. 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ്. അപ്പൊ ഇത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ്. ഓക്കെ, എല്ലാ എക്സസൈസുകളും നല്ല നമ്മൾ ഏത് മസിൽസിനാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ മസിൽസിലോട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു പവർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 4ാമത്തെ എക്സസൈസ് പറഞ്ഞു തരട്ടെ. 4ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വൈഡർ പുഷപ്സ് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. അപ്പം വൈഡർ പുഷപ്സ് നിങ്ങൾ ചെയ്യേണ്ടത് അല്പം ഒരു വെറൈറ്റി ആയിട്ടാണ്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്കല്ല, ഒരു അല്പം കൂടെ നമ്മൾ വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത് വൈഡർ പുഷപ്സ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിന്റെ മുട്ടുകൾ അതായത് നിങ്ങൾക്ക് താഴെ കുത്തുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പുഷപ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കൈകളെന്ന് പറയുന്ന ഷോൾഡർ വിത്തിലാണ്. പക്ഷെ നമ്മൾ ഷോൾഡർ വിത്തിൽ നിന്ന് ഇതേപോലെ ഒന്നും കൂടെ അകത്തി വെക്കുന്നു, വൈഡ് ചെയ്യുന്നു. കണ്ടില്ലേ, ഈ ഒരു പൊസിഷനിലോട്ട് നമ്മൾ വൈഡ് ചെയ്ത് വെക്കുന്നു. നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നു. ഓക്കെ, നിങ്ങളുടെ കാൽമുട്ടുകൾ ഫ്ലോറിൽ ഇതേക്ക് കുത്തി വെക്കുന്നു. ഓക്കെ, എൽബോ സ്ട്രെയിറ്റ് ചെയ്യുന്നു, ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് സാവധാനത്തിൽ താഴ്ത്തു പോകുന്നു. കണ്ടല്ലോ, വളരെ സാവധാനത്തിൽ താഴ്ത്തു പോവുക. ഓക്കെ, ഇത് കണക്ക് ബ്രീത്ത് എടുത്തുകൊണ്ട് സാവധാനത്തിൽ താഴ്ത്തു പോവുക. അപ്പം ഇത് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 8 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ഓ 12ഓ റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ നോർമലി പുഷപ്സ് ചെയ്യുന്ന കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം ടഫാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ഒട്ടും നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട. അപ്പം മനസ്സിലായല്ലോ, കൈകൾ അല്പം വൈഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ വൈഡർ പുഷപ്സ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് വരിക, ചെസ്റ്റ് അപ്പ് ചെയ്യുക, സാവധാനം താഴ്ത്തു പോവുക. കണ്ടല്ലോ, ഇതേ കണക്ക് മാക്സിമം മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക ചെസ്റ്റിനെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ഡെമോയാണ് കാണിച്ചു തന്നത്. വെറും 2ഓ 3ഓ റെപ്പിറ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത്. ഇപ്പൊ തന്നെ ചെസ്റ്റ് നല്ല പമ്പായിട്ടുണ്ട്, കണ്ടില്ലേ.
നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പം നിങ്ങളുടെ ചെസ്റ്റിന് ഷേപ്പില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ചെസ്റ്റ് കൂട് കെട്ടിയിരിക്കുന്നതും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ആരും നിങ്ങളെ കളിയാക്കത്തതുമില്ല. ഈ എക്സസൈസുകൾ ഫോളോ ചെയ്തുകൊണ്ട് നോക്കോളൂ. ചെസ്റ്റിൻ്റെ ഫുള്ള് വർക്കൗട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.